الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير വിശ്വാസികളായ സഹോദരന്മാർ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി ശ്രദ്ധിച്ച് വിശ്വാസം നിലനിർത്തി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുക. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ വിശാല പ്രപഞ്ചം അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാനും അനുഭവിക്കാനും ഒക്കെ ആകുന്നത്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം അത് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഏതെങ്കിലും രൂപത്തിൽ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിന് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പേര് ആലമു ഷഹാദ എന്നാണ്. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. ആലമു ഷഹാദ ദൃശ്യപ്രപഞ്ചം. ഇതിനപ്പുറത്ത് നമ്മൾ കാണാത്ത, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, നമുക്ക് സങ്കല്പിക്കുക പോലും കഴിയാത്ത രൂപത്തിലുള്ള ലോകമാണ് ആലമുൽ ഗൈബ്, അദൃശ്യ പ്രപഞ്ചം. അത് ആലമുൽ ഗൈബ് എന്ന് പറയുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിയില്ല. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായതല്ല അത്. അപ്പൊ ഗൈബിയായ മറഞ്ഞ അദൃശ്യ പ്രപഞ്ചം എന്നുള്ളത് ഒരു വലിയ ഭാഗമായി നിലകൊള്ളുന്നു. നമ്മൾ പ്രപഞ്ചം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രപഞ്ചം കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ അത് വലിയ രൂപത്തിൽ കാണേണ്ടതല്ല. അതിനേക്കാൾ എത്രയോ അപ്പുറം മനുഷ്യൻ കാണാത്ത ആ പ്രപഞ്ചമാണ് ഏറ്റവും ഒരു വലിയ അതിന്റെ തോതുള്ളത് എന്ന് മനസ്സിലാക്കുക. സാധാരണ ഒരു ഐസ് കട്ട വെള്ളത്തിലിട്ടാൽ അത് താഴ്ന്നു കിടക്കും. പക്ഷേ ഒരു മേലെയുള്ള ഒരു പ്രതലം അത് മാത്രമാണ് ഇങ്ങനെ പുറത്തേക്ക് കാണാം. അതേപോലെ പ്രപഞ്ചത്തിന്റെ ആ മേലെ കാണുന്ന ഒരു ചെറിയ ഒരു ഭാഗം അത് മാത്രമാണ് നമുക്ക് ദൃശ്യമായിട്ടുള്ളത്. ബാക്കി ആ വെള്ളത്തിൽ കിടക്കുന്ന ഐസ് കട്ട എത്രമാത്രം താഴേക്കുണ്ടാവും. അതുപോലെ അദൃശ്യ പ്രപഞ്ചം എന്നുള്ളത് എത്രയോ വിശാലമായി കിടക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗനരകങ്ങൾ, അതേപോലെ തന്നെ മലക്കുകൾ, അള്ളാഹു, അതേപോലെ തന്നെ ജിന്നുകൾ, ആത്മാവ് എന്നൊക്കെ പറയുന്ന ലോകമുണ്ടല്ലോ. അത് വളരെ നമുക്ക് പ്രാപ്യമല്ലാത്ത രൂപത്തിലുള്ള, നമുക്ക് ആക്സസ് ഇല്ലാത്ത ഒരു ലോകത്താണ് എല്ലാം ഉള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആലിമുൽ ഗൈബി വശഹാദ. അല്ലാഹ് ആലിമുൽ ഗൈബി വശഹാദ, ഈ രണ്ട് പ്രപഞ്ചത്തെയും ഒരേപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അദൃശ്യ പ്രപഞ്ചവും ദൃശ്യപ്രപഞ്ചവും എല്ലാം ഒരുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ഈ അദൃശ്യത്തെ സംബന്ധിച്ച് വിശ്വസിച്ചിരിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് വിശ്വാസം എന്ന് പറയാം. നമ്മൾ കാണുന്ന ഒരു കാര്യം
ഇവിടെ കാറ്റുണ്ട്, മഴയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ടതല്ലല്ലോ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ നിങ്ങൾ കാണുന്നു, ഞാനും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കാണാത്ത, നമുക്ക് പ്രാപ്യമല്ലാത്ത ആ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ്, അത് നമ്മുടെ വിശ്വാസമായി മാറുമ്പോഴാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. സത്യവിശ്വാസികളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോഴാണ് വിശ്വാസമാകുക. അങ്ങനെ അദൃശ്യം, ഞാൻ കാണാത്തതൊന്നും, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതൊന്നും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമില്ലാത്തതൊന്നും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളമാണ് നിഷേധി, കാഫിർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അദൃശ്യത്തെ വിശ്വസിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളത്. അപ്പോഴാണ് വിശ്വാസിയായി, മുത്തഖിയായി മാറുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് മുത്തഖികൾ എന്ന്. ഈ അദൃശ്യ പ്രപഞ്ചത്തെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അല്ലെങ്കിൽ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതിനുള്ള വഴിയാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർക്ക് അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ആ പ്രവാചകന്മാർ മുഖേന മനുഷ്യരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി, മുഅ്മിനായി മാറുന്നത്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്ന്, സാധാരണ മനുഷ്യരിൽ നിന്ന് അവർക്ക് വ്യത്യസ്തമായുള്ളത് അതാണ്. അള്ളാഹു ചില കാര്യങ്ങൾ, അവന്റെ ആലമുൽ ഗൈബിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഈ പ്രവാചകന്മാരെ അറിയിക്കുന്നു. അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ആലമുൽ ഗൈബിലേക്കുള്ള ആ കവാടങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുക എന്നതിന് പുറമെ ചിലപ്പോൾ അതിലേക്കുള്ള കവാടങ്ങൾ അള്ളാഹു പ്രവാചകന്മാർക്ക് തുറന്നു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് വഹീ കിട്ടി പിന്നീട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് വരുന്നത്, ആ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഖദീജ ബീവിയുമായി അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദിവ്യ പ്രബോധനവുമായി, വഹിയുമായി വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അപ്പോ റസൂലുള്ള പറയാണ് ഖദീജയോട്, ഞാൻ ഹിറാ ഗുഹയിൽ നിന്ന് കണ്ട ആ മാലാഖ ഇതാ, ആ മലക്ക് ഇതാ വന്നിരിക്കുന്നു. ഖദീജ ബീവി നോക്കി, കാണുന്നില്ല. ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ ശ്രമിക്കുന്നതൊക്കെ ഹദീസിൽ, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കുന്നതൊക്കെ. പക്ഷെ പ്രവാചകന് മാത്രമാണ് ആ ജിബ്രീലിനെ കാണാൻ സാധിക്കുന്നത്. ആ വൈബിയായ ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം കഴിയുന്നു. കൂടെയുള്ള ഖദീജ നോക്കിയിട്ട് പോലും കാണുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ നോക്കിയിട്ട് പോലും കാണുന്നില്ല. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി കൂടിയിരിക്കുന്ന സന്ദർഭമുണ്ട് പലപ്പോഴും. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന് വഹി വരുന്ന ലക്ഷണങ്ങൾ പ്രവാചകനിൽ കാണുന്നത് സഹാബത്ത് വിവരിക്കുന്നുണ്ട്. പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് ഞങ്ങൾ കാണുന്നു. പ്രവാചകന്റെ ഒരു പ്രയാസമുള്ള പോലെ ഞങ്ങൾ കാണുന്നു. പ്രവാചകന് വഹി ഇറങ്ങുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകന്റെ ലക്ഷണങ്ങൾ കാണാനല്ലാതെ മറ്റ് ജിബ്രീലിനെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുകയോ ഒന്നും സഹാബത്ത് ചെയ്യുന്നില്ല. പലപ്പോഴും പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്താറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വഹി കിട്ടുന്ന സമയത്ത്, വഹി വരുന്ന സമയത്ത്. അപ്പോ മറ്റുള്ള ആർക്കും ഇത് കാണാൻ കഴിയാതിരിക്കുകയും പ്രവാചകന് മാത്രം കാണുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ആ അദൃശ്യമായ കാര്യത്തിലേക്കുള്ള ആ ഒരു കവാടം തുറന്നു കൊടുക്കുന്നത് പ്രവാചകന് മാത്രമാണ്. ഇതേപോലെ മറ്റു ചില പ്രവാചകന്മാർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത അസ്സമാവാതി വൽ അർദ്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത അസ്സമാവാതി വൽ അർദ്. അപ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പ്രപഞ്ചത്തിന്റെ ആധിപത്യ രഹസ്യങ്ങൾ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യ രഹസ്യങ്ങൾ നാം കാണിക്കുകയുണ്ടായി എന്ന്. എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ അവസാനം പറയുന്നത് വലിയകൂന മിനൽ മൂഖിനീൻ എന്നാണ്. കാരണം അദ്ദേഹം ദൃഢമായി വിശ്വസിക്കുന്ന, യഖീനുള്ള ഒരു മനുഷ്യനായി, യഖീനുള്ള ഒരു പ്രവാചകനായി തീരാൻ വേണ്ടി എന്ന്. എന്തിനങ്ങനെ യഖീൻ ഉണ്ടാവുന്നത്? പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത്.
പരലോക ജീവിതത്തെ പറ്റി ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവിടുത്തെ രക്ഷാശിക്ഷകളെ പറ്റി ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ പറ്റി പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശേഷങ്ങളെ പറ്റി അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവാചകൻ ശരിക്ക് എന്താണ് ഇത് എന്ന് ദൃഢമായി കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും അത് മനസ്സിലേക്ക് ഉറപ്പിച്ചാൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് അത് അതേപോലെ എത്തിക്കാൻ സാധിക്കുക. അതിനുവേണ്ടി പ്രവാചകന്മാർ അതിന്റെ സന്നദ്ധമാക്കുന്ന അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അദൃശ്യ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അറിവ് ഇതേപോലെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇബ്രാഹിം നബിക്ക് പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, പടച്ചവനെ എനിക്കൊന്ന് കാണിച്ചുകൊണ്ടാ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക. ഇബ്രാഹിം നബിന്റെ ഒരു സംശയമാണ്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ചോദിക്കാനുണ്ടായ സന്ദർഭം ചില മുഫസ്സിറുകൾ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മൃഗം ചത്തു കിടക്കുന്നുണ്ട്. അതിന്റെ മാംസങ്ങളൊക്കെ കുത്തി വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷികൾ. പല ഭാഗങ്ങളും ഹിംസ്ര ജന്തുക്കളൊക്കെ തിന്നുപോയിട്ടുണ്ട്. അതിന്റെ എല്ലും അതേപോലെ തന്നെ പല ഭാഗങ്ങളും അവിടെ ഇവിടെയൊക്കെ ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തോന്നിയതാണ്, പടച്ചോനെ ഈ പക്ഷികളുടെ വയറ്റിലും മൃഗങ്ങളുടെ വയറ്റിലും ഒക്കെ ആയ ഈ മാംസഭാഗങ്ങളും അതേപോലെ തന്നെ ഇവിടെ ചിന്നി ചിതറി കിടക്കുന്ന ഈ ഭാഗങ്ങളും എല്ലാം കൂടി പടച്ചവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയോ എന്നൊരു സംശയം അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അരിനി കൈഫ തുഹ്യിൽ മൗത. അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവലം തുഅ്മിൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നതെന്ന് കാണിച്ചു കൊണ്ടാ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞപ്പോഴേ അള്ളാഹ് ചോദിക്കാണ്, അവലം തുഅ്മിൻ, എന്താ നിനക്ക് വിശ്വാസമായിട്ടില്ല, നീ വിശ്വസിച്ചിട്ടില്ല ഈ കാര്യം? അപ്പൊ ഇബ്രാഹിം നബി പറയുന്ന മറുപടി, ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, അതെ എനിക്ക് വിശ്വാസമായിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിന് ഒരു ശാന്തത, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്, എന്റെ മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഖുദ് അർബഅത മിന ത്വയ്രി, പക്ഷികളിൽ നിന്ന് 4 വിഭാഗത്തെ നീ എടുക്കൂ, എന്നിട്ട് ഫസുറുഹുന്ന ഇലൈക, എന്നിട്ട് അതിനെ ഇളക്കി അതേപോലെ തന്നെ അതിനെ പിന്നീട് കഷ്ണം കഷ്ണമാക്കി 4 മലയുടെ ഭാഗത്തേക്ക് കൊണ്ട് അതിനെ വെക്കുക. അതിനകത്ത് 4 കഷ്ണമാക്കിയിട്ട് പക്ഷികളെ മലയിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് അതിനെ നീ വിളിക്കൂ. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ വിശദീകരിക്കുന്നില്ല. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നോക്കിയ വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം വിശദമായി പറയുന്നതായി കാണാൻ കഴിയും. അപ്പൊ നിന്റെ അടുക്കലേക്ക് അത് ഓടി വരുന്നതായി കാണാൻ കഴിയും. ആ പക്ഷികൾ എങ്ങനെയായിരുന്നു ആദ്യം എന്നുള്ള അതേ രൂപത്തിൽ പൂർവ്വസ്ഥിതിയിലായി ആ പക്ഷികളൊക്കെ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നത് കാണാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എങ്ങനെ പുനർജീവിതം ഉണ്ടാകുന്നു എന്നുള്ളത് നേർക്ക് നേരെ അള്ളാഹു കാണിച്ചു കൊടുത്തു. അതെ ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർക്ക് ചിലപ്പോ ഗൈബിയായ കാര്യങ്ങൾ അങ്ങനെ നേർക്ക് നേരെ കാണാനുള്ള ചില അവസരങ്ങൾ കൊടുത്തതായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ബഖറയിൽ ഇതേപോലെ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. വേറൊരു മനുഷ്യൻ പറയുന്നുണ്ട് എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ചത്. അപ്പൊ അള്ളാഹു അയാളെ 100 വർഷം ഉറക്കിക്കിടത്തി. അതിനുശേഷം അയാളെ ഉണർത്തിയിട്ട് അയാളോട് നോക്കാൻ വേണ്ടി പറയാം, നിന്റെ ചുറ്റുപാടും നോക്കൂ, നിന്റെ ഭക്ഷണം അതേപോലെ തന്നെ നീ കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അതിന് യാതൊരു മാറ്റമില്ലല്ലോ. സാധാരണ ഭക്ഷണം പാനീയാക്കാൻ പെട്ടെന്ന് കേടുവന്ന് പോവാ, എന്നാൽ നിന്റെ കഴുത കണ്ടല്ലേ, അത് ആകെ എല്ലും കോലുമായി മാറിയിരിക്കുന്നു, അതൊക്കെ നശിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് ആ കഴുതയെ പുനർജീവിപ്പിക്കുന്നത് ആ മനുഷ്യൻ അങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആൾ ആരായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. ചില മുഫസ്സിറുകൾ ഉസൈർ ആയിരുന്നു, ഉസൈർ എന്ന് പറയുന്ന പ്രവാചകനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിശദീകരണം നൽകപ്പെടുന്നുണ്ട്. ഏതായാലും അള്ളാഹു അങ്ങനെ ഈ ഒരാൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഇങ്ങനെ കാണാൻ കഴിയും. മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി അരിനി അൻദുർ ഇലൈക. മൂസാ നബിയുടെ വാഗ്ദത്ത സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൂര് സീന പർവ്വതത്തിലേക്കാണ് ചെന്നപ്പോ മൂസാ നബി അള്ളാഹുവിന്റെ സംസാരം കേട്ടു. ആ സംസാരം കേട്ടപ്പോ എങ്ങനെയാണ് നിന്നെ ഒന്ന് കാണാൻ കഴിയുക, ഒന്ന് കാണാൻ പറ്റുമോ റബ്ബേ എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട്. അള്ളാഹ് മറുപടി പറയുന്നുണ്ട്, കാലെല്ലാം തറാനി, എന്നെ കാണാൻ കഴിയില്ല. വലാകിൻ ജബൽ, ഈ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കൂ. ആ പർവ്വതം അതേ നിലക്ക് നിന്നാൽ അല്ലെങ്കിൽ നിനക്കത് അതേപോലെ ഇടനിന്ന് കാണാൻ നിനക്ക് സാധിച്ചാൽ എന്നെ നിനക്ക് കാണാം
എന്ന് പറഞ്ഞ ഫലമാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ എന്ന് ഖുർആൻ പറയുന്നു. പടച്ചവൻ ആ പർവ്വതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്ക, ആ പർവ്വതം അങ്ങനെ തരിപ്പണമായി പോയി, പൊടി പൊടിയായി പോയി. മൂസാ നബി അലൈഹി സ്വലാം ബോധം കെട്ടു വീണു. അതിനുശേഷം മൂസാ നബി ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതും ഞാൻ ഏറ്റവും വലിയ മുസ്ലിമായി, ഏറ്റവും ആദ്യത്തെ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതായൊക്കെ സൂറത്ത് അഹ്റാഫിലെ 143 ആയത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു സംശയവും അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെ നേരിട്ട് ഒരു മനുഷ്യനും കാണാൻ സാധ്യമല്ല. ആലമു ഷഹാദത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹനെ കാണാൻ കഴിയില്ല. ഏറിയാൽ ആ തേജസ്, ആ പ്രകാശം അത് കാണാനേ കഴിയുള്ളൂ എന്നുള്ള മൂസാ നബിയുടെ ഈ ചരിത്രത്തിലൂടെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചില പ്രവാചകന്മാർക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായതായി, ആലമുൽ ഗൈബുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായതായി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇതേ രൂപത്തിലുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ അക്കാര്യം വിവരിക്കുന്നത്, സൂറത്ത് നജ്മിൽ വിവരിക്കുന്നത്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം, ഇസ്രാ മിഅ്റാജ് സാധാരണ ഈ റജബ് മാസമാകുമ്പോഴാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഒക്കെ ശ്രദ്ധയിൽ അത് വരാറുള്ളത്. അപ്പൊ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ സംഭവം ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ആലമുൽ ഗൈബിലേക്കുള്ള ഒരു കവാടം തുറന്നു കൊടുക്കലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ് സന്ദർഭം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലം ആയിരുന്നു ഇസ്രാ മിഅ്റാജ് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ആ ടേം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ എല്ലാ പിന്തുണയും നൽകി വിശ്വാസിയായിട്ടില്ലെങ്കിലും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ്, പ്രവാചകന്റെ മൂത്താപ്പ. ഈ അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. പ്രവാചകൻ എല്ലാ നിലക്കും താങ്ങും തണലുമായിരുന്ന പ്രവാചകന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്. ഈ സന്ദർഭം ശത്രുക്കൾ വളരെയധികം മുതലെടുക്കുകയും പ്രവാചകനെ വളരെ പ്രതിസന്ധിയിലാക്കുകയും ഏറ്റവും കൂടുതൽ ആക്രമണം നടത്താൻ വേണ്ടി ശത്രുക്കൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരുന്നു. ത്വയ്യിഫിലേക്കൊന്ന് ഹിജ്റ പോയി നോക്കി, അവിടെ ബന്ധുക്കൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നാട്ടിയോടിച്ചു. അങ്ങനെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഈ സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒരു ആശ്വാസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ടുപോവുകയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, എന്നിട്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7-ാം ആകാശം വരെയും കൊണ്ടുപോയി. അതേ രാത്രി വീണ്ടും പ്രവാചകൻ മക്കയിലേക്ക് തന്നെ, തന്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നതായി. അതാണ് ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ 1-ാമത്തെ ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു തന്റെ അടിമയെ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ രാത്രി കൊണ്ടുപോയി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നാണ്, അങ്ങേ അറ്റത്തുള്ള പള്ളിയിലേക്ക്. അത് അറബികളൊക്കെ മസ്ജിദുൽ അഖ്സയെ അങ്ങനെയായിരുന്നു കണക്കാക്കിയത് എന്ന് പറയാനുള്ള കാരണം അത്രയും ദൂരത്താണത്. അന്നത്തെ യാത്ര പ്രകാരം ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു 40 ദിവസത്തെ യാത്ര ചെയ്യാനുണ്ടെന്നാണ്. അത്രയും ദൂരത്തുള്ള പള്ളി മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറയുന്ന. അപ്പൊ മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി. എന്തിനാണ് കൊണ്ടുപോയത്? അല്ലദീ ബാറക്നാ ഹൗലഹു. എന്നിട്ട് മസ്ജിദുൽ അഖ്സയെ പറ്റി ഒരു വിശദീകരണം പറയാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗവും നാം ബർക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. ഫലഭൂയിഷ്ഠമായ ഒരുപാട് ആളുകൾക്ക് സമ്പന്നമായി അവിടെ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാലാവസ്ഥയും അതിന് പറ്റിയ പ്രദേശവുമായി അള്ളാഹു അതിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, മുൻകാല പ്രവാചകന്മാരൊക്കെ വന്നുപോയ സ്ഥലം എന്നുള്ള നിലക്കുള്ള അനുഗ്രഹീതമായ സ്ഥലമാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയമായ മസ്ജിദുൽ അഖ്സയിലേക്കാണ്, മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്തേക്കാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു കൊണ്ടുപോയത്. ലിനുരിയഹു, അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുപോയത്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവരും എല്ലാം കേൾക്കുന്നവരുമാണ് എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത്. ഇതിനെയാണ് ഇസ്രാ എന്ന്, ഒറ്റ രാത്രി
അത് മസ്ജിദുൽ ഹറാമിൽ അവിടെ ബുറാഖ് ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ബുറാഖ് എന്ന് പറയുന്ന പ്രത്യേക വാഹനം, അത് വളരെയധികം സ്പീഡുള്ള ഒരു വാഹനമായിരുന്നു എന്നും ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകനെ ആ ബുറാഖിൽ കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയതൊക്കെ ഹദീസുകളിൽ വളരെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഏതായാലും അങ്ങനെ ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നീട് ഏഴാം ആകാശത്തേക്ക്, അതിനാണ് മിഅ്റാജ് എന്ന്, മിഅ്റാജ് എന്ന കൂണി കയറിപ്പോകൽ എന്നൊക്കെ, ഏഴാം ആകാശം വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി എന്ന് അത് സൂറത്തുൻ നജ്മിൽ അതിന് സൂചന നൽകുന്ന ഒരു ആയത്തിൽ കാണാൻ കഴിയും. വലഖദ് റആഹു നസ്ലതൻ ഉഖറ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റൊരിക്കൽ കൂടി ആ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ഇന്ന സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലാണ് അത് എന്ന് പറഞ്ഞിട്ട്, സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഏഴാം ആകാശത്തെ അങ്ങേയറ്റത്തെ ഒരു മരമാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ കൊണ്ടുപോയ കാര്യം സൂറത്തുൽ നജ്മിൽ ആ സൂചന നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മാ സാഖൽ ബസറു വമാ തുഹാ, ഏതെങ്കിലും രൂപത്തിൽ പ്രവാചകന്റെ കണ്ണിന് തെറ്റുപറ്റിയതല്ല, ഏതെങ്കിലും രൂപത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് അബദ്ധം എന്നുള്ള രൂപത്തിൽ പ്രവാചകന് തോന്നിപ്പോയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണുക തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് ഉണ്ടായ സംഭവത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നതായി കാണാൻ കഴിയും. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവം ഉണ്ടായത് അവിടെ വെച്ച് സ്വർഗ നരകങ്ങൾ കാണിച്ചു കൊടുത്തു. അതിന്റെ സാമ്പിൾ, സ്വർഗം നരകമൊക്കെ മനുഷ്യന്മാരെ പിന്നീട് വിചാരത്തിന് ശേഷമാണല്ലോ, പക്ഷെ സ്വർഗ നരകങ്ങളുടെ ഒരു ഏകദേശ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പൂർവിക പ്രവാചകരായ ആളുകളൊക്കെ ഓരോ ആകാശത്തേക്ക് കയറി പോകുമ്പോഴും അവിടെ വെച്ചൊക്കെ പൂർവികരായ പ്രവാചകന്മാരെ കണ്ടുമുട്ടാനും അവരുമായി സംസാരിക്കുവാനുമുള്ള ഒക്കെ അവസരം പ്രവാചകൻ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ മോചിതത്തായിരുന്നു, അമാനുഷിക സംഭവങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആലമുൽ ഷഹാദത്തിലേക്കുള്ള ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് പ്രവാചകൻ ഇങ്ങനെ ഈ പ്രവാചകന്മാരെയൊക്കെ കണ്ടുമുട്ടാനും അതേപോലെ തന്നെ നമസ്കാരം നിർബന്ധമാക്കി അവിടുന്ന് തിരിച്ചു പോരാനും ഒക്കെ പ്രവാചകൻ സാധിച്ചത് ഈ സമയത്താണ് എന്ന് ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായപ്പോൾ അത് മക്കയിൽ വന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ വലിയ ഒരു പ്രശ്നമാവുകയും പുകിലായി മാറുകയും ചെയ്തത് ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. പല ആളുകളും മുർത്തദ്ദാവാൻ വരെ കാരണമായി. മുർത്തദ്ദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, എന്താ ഈ മുഹമ്മദ് ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്തരൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ഉറപ്പിക്കാൻ കാരണമായിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തോട് ഈ കാര്യം ആരോ പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് നബി പറയുന്നുണ്ട്. ഈ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സ വരെ പോയി, ഏഴാം ആകാശം വരെ പോയി, സ്വർഗ നരകങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, മുഹമ്മദ് നബി പറഞ്ഞതാണോ? ആണ്, എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നുള്ള ആ സ്ഥാനപ്പേരിനെ കിട്ടിയത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ചില വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ദൃഢമാക്കാൻ, ശക്തിയാക്കാൻ അതുകൊണ്ട് സാധിച്ചു. എന്നാൽ വിശ്വാസം വേണ്ടത്ര ഉറച്ചിട്ടില്ലാത്ത പല ആളുകളെയും വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകാനും അത് സഹായിച്ചു എന്നാണ്. അപ്പൊ എന്തിനായിരുന്നു ഈ ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് പ്രവാചകന്റെ ഈ വളരെയധികം ആത്മസംഘർഷം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രവാചകന് ഒരു ആശ്വാസം ഉണ്ടാകാൻ. കാരണം ശത്രുക്കളിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ, ബന്ധുക്കളുടെയും അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ വിയോഗം, അങ്ങനെയൊക്കെ കൂടിയായിട്ട് പ്രവാചകൻ ആകെ വിഷമിക്കുമ്പോൾ പ്രവാചകൻ ഒരു ആശ്വാസം പകരുക എന്നതായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, പ്രവാചകൻ പ്രബോധനം ചെയ്യാൻ പോകുന്ന ആളുകൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു അനുഭവത്തിലൂടെ തന്നെ പ്രവാചകനെ ഈ കാര്യം പഠിപ്പിച്ച് ദൃഢീകരിക്കുക എന്നുള്ളതുമായിരുന്നു അതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം വിശ്വാസികൾ ആരാണ് എന്നും കപട വിശ്വാസികൾ ആരാണെന്നും വിശ്വാസം വേണ്ടത്ര ഉറച്ചിട്ടില്ലാത്ത ആളുകൾ ആരാണ് എന്നും അറിയാനുള്ള ഒരു മാർഗമായി ഈ സംഭവത്തെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട്. അതിനൊക്കെ പുറമെ പറയപ്പെടുന്ന മറ്റൊരു കാര്യം, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും രണ്ട് പള്ളികളാണുണ്ട്. മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ചിടത്തോളം ജൂത ക്രിസ്തീയ ഈ ബന്ധമുള്ളതായി കണക്കാക്കുന്ന ആ പള്ളി, എന്നാൽ അതും മസ്ജിദുൽ ഹറാമും
ഇത് രണ്ടും ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട രണ്ട് പള്ളികളായി കണക്കാക്കാനുള്ള ബന്ധം കാണിക്കാൻ ഇതിലെല്ലാമായിരുന്നു ഈ സംഭവം എന്നൊക്കെ പണ്ഡിതന്മാരെ എന്നെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ പ്രവാചകനുണ്ടായ ഇസ്രാ എന്ന് പറയുന്ന സംഭവം, അതേപോലെ തന്നെ സൂറത്തുൽ നജ്മിൽ സൂചന നൽകിയ മിഅ്റാജ്, ഈ രണ്ട് സംഭവങ്ങളും പ്രവാചകന്റെ ഒരു മോചിതത്തായി നാം കണക്കാക്കുക. അല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രാപിക്കാനോ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അത് ആലമുൽ ഗൈബിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഈ കാര്യങ്ങളാണ് ഇസ്ലാമികമായി പഠനം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസൈക്കും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ അത് 12 മാസമാണ് എന്ന്. അതിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രമായ മാസമാണ് എന്ന് വേണ്ടിയിട്ടുണ്ട്. ആ മാസത്തിൽപ്പെട്ട ഒരു മാസമാണ് റജബ്. ദുൽഖഅദ് മാസമാണ് ഒന്ന്, മറ്റൊന്ന് ദുൽഹജ്ജാണ്, മറ്റൊന്ന് മുഹറം. ഈ തൊട്ടടുത്തുള്ള 3 മാസങ്ങൾ ആളുകൾക്ക് ഹജ്ജിന് പോകാനും വരാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ യുദ്ധം പാടില്ലാത്ത മാസം എന്നുള്ള നിലക്കാണ് പവിത്രമായ മാസം എന്നതിനെ കണക്കാക്കിയിട്ടുള്ളത്. പിന്നീട് റജബ് എന്ന് പറയുന്ന ഇതിനിടയിലുള്ള ഒരു മാസം, ആളുകൾക്ക് ഉംറ ചെയ്യാനും അങ്ങനെ മക്കയിലും കാബയിലൊക്കെ പോയി തിരിച്ചു വരാനുള്ള സൗകര്യം എന്നുള്ള നിലക്കാണ് റജബിനെയും അങ്ങനെ കണക്കാക്കിയിട്ടുള്ളത്. ഇങ്ങനെ പവിത്രമായ മാസം എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റജബ് എന്നത് മനസ്സിലാക്കുക. അല്ലാതെ ഈ മാസത്തിന് മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായി, അതായത് പ്രത്യേകം നോമ്പ് നോൽക്കാനോ പ്രത്യേകം ഒരു ദുആ ചെയ്യാനോ പ്രത്യേകം ഒരു നമസ്കാരം നിർവഹിക്കാനോ ഒന്നും ഈ മാസം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഈ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രവാചകൻ 10-12 കൊല്ലം വീണ്ടും ജീവിക്കുന്നുണ്ടല്ലോ. മദീനയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ദീനിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഒന്നും ആ പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ കാര്യങ്ങളിലൊന്നും ഈ മിഅ്റാജിന്റെ ദിവസമാണ്, ഇസ്രായേലിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് നോൽക്കാൻ വേണ്ടി പഠിപ്പിച്ചതായി ഒന്നും കാണാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് വിശദീകരണം എഴുതിയിട്ടുള്ള ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ അദ്ദേഹം പറയുന്നത്, ലം യരിദ് ഫീ ഫളി ശഹീർ റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ. ഇങ്ങനെ റജബ് മാസത്തിലെ എന്തെങ്കിലും ഒരു ഫളല്, ഒരു ശ്രേഷ്ഠതയെ പറ്റി ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. പലരും ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ടാവും, സ്വഹീഹായ ഒറ്റ ഹദീസും വന്നിട്ടില്ല. അതേപോലെ തന്നെ അന്ന് നോമ്പ് നോൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കൃത്യമായി നോമ്പ് നോൽക്കണം എന്ന് പറയുക. ഇപ്പൊ ഈ മിഅ്റാജ് എന്ന് പറയുന്ന റജബ് 27 പറയുകയും അന്നൊരു പ്രത്യേക നോമ്പ് നോൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, പ്രത്യേകമായ ഒരു ദിവസം നിന്ന് നമസ്കരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. വന്ന ഹദീസുകൾ 2 രൂപത്തിലാണ്. അദ്ദേഹം തന്നെ പറയണം, വന്ന ഹദീസുകൾ 2 രൂപത്തിലാണ്. ഒന്ന് ലഈഫായ ഹദീസ്. ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ഇടയിൽ ദുർബലരായ, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളുള്ള അത്തരം ഹദീസുകൾ. മറ്റൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ മൗദൂആയ ഹദീസ്, അതായത് കെട്ടിയുണ്ടാക്കിയ, യാതൊരു പിൻബലവും ഇല്ലാതെ ആരോ പടച്ചുണ്ടാക്കിയ ഹദീസ്. ഈ 2 ഐറ്റം ഹദീസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ലഈഫും മൗദൂഉമായ ഹദീസേ ഉള്ളൂ. സ്വഹീഹായ ഹദീസ് ഈ കാര്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് റജബ് മാസത്തിന്റെ പുണ്യം കണക്കാക്കി അന്ന് പ്രത്യേകമായ രൂപത്തിലുള്ള എന്തെങ്കിലും ഖബർ സന്ദർശനം നടത്തുക, ആ മാസം നോക്കിയിട്ട് ഉംറക്ക് പോവുക, ഇങ്ങനെയൊക്കെ പലതും സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഇത്തരം സംഗതികളൊന്നും ഇസ്ലാമികമായ തെളിവിന്റെ പിൻബലമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിച്ചത് കുല്ലു ബിദ്അത്തിൻ ദലാല, ഇങ്ങനെയൊക്കെ നല്ലതല്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് വഴികേടായി തീരുക. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, ഈ ദലാലത്തൊക്കെ നരകത്തിലേക്കാണ് എത്തുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനത്തിൽ ഇല്ലാത്ത ഒരു നല്ല കാര്യം എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അത് വിദായത്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് പിന്മാറുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായത് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും കർമ്മങ്ങളെ പരമാവധി വിമലീകരിക്കുകയും
തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാക്കി തീർക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റ് കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാറ്റാക്കി തരുമാറാവട്ടെ. നമ്മുടെ പള്ളിക്ക് സമീപം താമസിച്ചിരുന്ന ജലീൽ സാഹിബ് നമ്മുടെ പള്ളിയുമായൊക്കെ കൃത്യമായി എപ്പോഴും ബന്ധപ്പെട്ടിരുന്ന ഒരു പ്രവർത്തകരാണ്. അദ്ദേഹം ഒരാഴ്ച മുമ്പ് നമ്മോട് വിട പറയുകയുണ്ടായി. അതേപോലെ തന്നെ മമ്പറത്തുള്ള ബാബ സാഹിബ് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ നല്ല കാര്യങ്ങൾ, അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു കൃത്യമായി സ്വീകരിക്കുകയും അവർക്ക് മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മറ്റ് സഹോദരി സഹോദരങ്ങൾ, അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു എല്ലാ നിലക്കും ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.